നാം സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശാശാൽ രാജാക്കന്മാർക്കും സകല അധികാര സ്ഥാനന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടുത്തു വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് പുറമെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കൊണ്ടുവരിക, അതുകൂടെ നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിന് പ്രകാരം വായിക്കുന്നു: നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ് പറയുന്നത്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. അപ്പോൾ സൗഖ്യത്തിന് വേണ്ടി വരേണ്ടത് നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവാനായിട്ടാണ്. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ആദ്യം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. കർത്താവേ, ഞാൻ പാപിയാ, ഞാൻ ദോഷിയാ, ഞങ്ങൾ ഇന്ന് അനേകർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണമേ എന്ന് പറയുവാനായിട്ട് പറഞ്ഞ ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുതൽ തന്നിരിക്കും. ഹല്ലേലൂയ! ദൈവം സൗഖ്യം കൊടുത്തിരിക്കും. ഇന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം തരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ നീതിമാന്മാരാകുക. ദൈവസന്നിധിയിൽ നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഇവിടെ പാപം ചെയ്യാത്ത ആരുമില്ല. എല്ലാവരും പാപം ചെയ്തവരാ. ചെറുതായാലും വലുതായാലും നമ്മൾ ഓരോ ദിവസവും അറിയാതെയോ അറിഞ്ഞോ ഓരോ പാപങ്ങൾ ചെയ്തു പോകുന്നു. അനേകരെ കുറിച്ച് കുറ്റം പറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ അനേകരുടെ അവരുടെ ധനം കണ്ട് നമ്മളും ഒരുപക്ഷെ നമ്മൾ സ്വാർത്ഥ ഹൃദയരായി പോകുന്നു. ഇതൊക്കെ പാപങ്ങളിൽ പെടുന്നതാണ്. സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പാപമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ആദ്യം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. ആ ഫലം ഇന്ന് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ അർത്ഥം. അതുകൊണ്ടാണ് ഈ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മളെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിനോടൊപ്പം മറ്റുള്ളവരെ കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളറിയാം പലരും രക്ഷ പ്രാപിക്കാത്തവരുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പാപികളായിട്ടുള്ള അനേകരുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥന, സ്വന്തം ആവശ്യമില്ലാതെ മറ്റുള്ളവർക്കോട് ദൈവത്തോട് അപേക്ഷിക്കുവാൻ, അതാണ് ക്രിസ്തു നമ്മളെ പ്രകടിപ്പിക്കുന്നത്. റോമർ എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. റോമർ 8:34: ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതങ്ങൾ കഴിക്കുകയും ചെയ്യും. കർത്താവ് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു. അവസാന രക്തം ചൊരിയുമ്പോഴും അവൻ നമുക്ക് വേണ്ടി, അതാണ് ക്രിസ്തുവിന്റെ മനോഭാവം എന്ന് പറയുന്നത്. പാപികളായ നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് അവന് ഇന്ന് വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട്, അതാണ് വായിച്ചത്, നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനും പോലെ ആകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ബൈബിള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉദാഹരണം പറയാൻ നമുക്ക് അബ്രഹാമിനെ നോക്കുകയാണെങ്കിൽ, അബ്രഹാം സേദോം നഗരത്തിനു വേണ്ടി, സോദോം നഗരത്തിനു വേണ്ടി അപേക്ഷ കഴിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ അത് വായിക്കുവാനായിട്ട് സാധിക്കും. അബ്രഹാം ഒരുത്തന്റെ പ്രാർത്ഥന ഒരു നഗരത്തിന് രക്ഷയായി. ഹല്ലേലൂയ! അബ്രഹാം ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് ഒരു നഗരത്തിന് രക്ഷയായിട്ട് മാറിയെങ്കിൽ, ഇന്നിവിടെ 50 പേരിലധികം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഈ രാജ്യത്തിന്, ഈ ദേശത്തിന്, ഈ ഇടവകയ്ക്ക് രക്ഷയ്ക്ക് മാത്രമായി തീരണം. ഹല്ലേലൂയ!
ഹല്ലേലൂയ. അബ്രഹാം ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു നഗരത്തിനാണ് രക്ഷയായത്. വീണ്ടും നമ്മൾ മോശയെ നോക്കിയാണ്. ഇസ്രായേൽ ജനം പാപം ചെയ്തു. ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന് വേണ്ടി മോശ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. മോശ ഒരു ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ വിടിവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ബൈബിളില് ഈ പഴയ നിയമത്തില് ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ്. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. ശൗമേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. 1 ശൗമേൽ 12-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തില്, ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തില് ഇതെല്ലാം നമ്മൾ വായിക്കുന്നു. അതെല്ലാം പോകട്ടെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ അവസാനം പറയുകയാണ്, അപ്പാ ഇവരോട് ക്ഷമിക്കണം. കർത്താവും അവസാന നിമിഷം രക്തം ചൊരിയുമ്പോഴും ആ മരണത്തിന്റെ മുമ്പിലായിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അപ്പാ ഇവരോട്, പിതാവേ ഇവർ ചെയ്യുന്ന തെറ്റ് ഇവരോട് ക്ഷമിക്കണമേ, അപ്പാ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതായ ഒരു തമ്പുരാനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ മോചിച്ചു തരുന്നതായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മളിവിടെ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ ഇത്രയും പേര് ഇവിടെ ആയിരിക്കുമ്പോൾ നാളെ അനേകർക്ക് അത് വിടുതലായി തീരണം. എന്തുവാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി? ഇന്നലെ അച്ഛന് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? രക്ഷ കൊണ്ടുവരുന്നതാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ, സൗഖ്യം ലഭിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടവകത്തിന്റെ പ്രാർത്ഥനകളിലോ സന്യാസത്തിന്റെ പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് ജയ്മോനെ കുറിച്ച് പറഞ്ഞതാണ്. എന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മരിച്ചെടുത്തുന്ന ദൈവം വിടുവിച്ചവനാ, സൗഖ്യം കൊടുക്കുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. അനേകരുടെ പ്രാർത്ഥനയാ ഉപദേശിയ ഇന്നും ശുശ്രൂഷയ്ക്ക് മാവേലിക്കരെ ആക്കിയിരിക്കുന്നത്. അനേക ഇടങ്ങളിൽ പ്രാർത്ഥിച്ചു. മരണത്തിൽ നിന്ന് ഒരിടത്ത് നിന്ന് അടുത്ത മരണത്തിലേക്ക് പോയപ്പോൾ, അവിടെ നിന്ന് അടുത്ത മരണത്തിലേക്ക് പോയപ്പോൾ ദൈവം കൈക്ക് പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നു. നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ അനേകർക്ക് സൗഖ്യം ലഭിക്കണം. ഇന്ന് ഞാൻ ഇപ്പോൾ വൈകിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 5:30 ആയപ്പോൾ, നമ്മുടെ 5:30 തുടങ്ങി, 5 മണിയായപ്പോൾ ഞാൻ എടത്തിമലയിലെ അമ്മമ്മയുടെ അവിടെ പോയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ നമുക്ക് അമ്മ പറഞ്ഞു, വെച്ചാ അനേകരുടെ പ്രാർത്ഥനയാണ് സൗഖ്യം ലഭിച്ചത്. ഡോക്ടർമാര് പറഞ്ഞതാ ഹോപ്പില്ല, അറിയിക്കേണ്ടവരെ അറിയിക്കോളാൻ പറഞ്ഞതാ. ഒരു ഡോക്ടറിന്റെ പരിമലയിലെ ഡോക്ടർ പറഞ്ഞു രക്ഷയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും എറണാകുളത്ത് പോയത്. അവിടുന്ന് ദൈവം ജീവനിലേക്ക് വിടുവിച്ചു കൊണ്ടുവന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ്. ആമേൻ. അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അനേകർക്ക് സൗഖ്യം കൊടുക്കുന്ന പ്രാർത്ഥനയാണ്, അനേകർക്ക് ഊർജം നൽകുന്ന പ്രാർത്ഥനയാണ്, അനേകരെ ബലപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ആത്മീയമായി നമ്മളെ വളർത്തുന്നത്. ഇന്നലെ രാജാൻ പറഞ്ഞതുപോലെ എങ്ങനെയാ ഉണർവുണ്ടാകുന്നത്? ഈ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് സൗഖ്യം ലഭിക്കുമ്പോഴാണ് ഈ ആത്മീയ കൂട്ടായ്മ വളരുന്നത്. ഇന്നലെ ഇവിടെ പ്രാർത്ഥിച്ചു, ഇന്നലെ 10-38 പേരെ ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് ഇത്രയും പേര് വന്നത് ആത്മീയ ഉണർവ് കൊണ്ട, ആത്മീയ വളർച്ച കൊണ്ട. ആമേൻ. നാളെ ഈ പള്ളി നിറച്ച ആൾക്കാർ വരണം. ഹല്ലേലൂയ. എനിക്കും സൗഖ്യം വേണം, എനിക്കും വിടുതൽ വേണം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടവകയിലെ ഓരോ അംഗങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്, ആത്മീയ ഉണർവ് എന്ന് പറയുന്നത്. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എല്ലാ സ്വാർത്ഥതയും വിട്ട് ദൈവ സ്നേഹത്തിലേക്ക് വരുന്നു. ഇതാ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രയോജനം. അല്പസമയം ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയെ ഒക്കെ വിട്ടുകളയുക, ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാ ദൈവം നമ്മളെ കാണുന്നത്. സഭയുടെ ഐക്യം അതാണ്. നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നതിന്റെ ഐക്യമെന്ന് പറയുന്നത് അതാണ്. ഇത്രയും പേര് ഒരുമിച്ച് നമ്മൾ കൂടി വരുമ്പോൾ, ഇത്രയും പേര് ഒരുമിച്ച് എന്റെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാളുണ്ടല്ലോ, അതാണ് നമ്മൾ ധൈര്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും അത് തന്നെയാ പറയുന്നത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്റെ വിഷയത്തില് ഞാനും കൂടെ നിന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാനുമുണ്ട്. അതാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഐക്യം.